നമസ്കാരം കിട്ടിയുള്ള ഇന്നൊരു മുട്ടക്ക് കിട്ടിയപ്പോൾ ഈ ആഴ്ചത്തെ നമ്മുടെ മുട്ടക്ക്. അപ്പം ഞങ്ങളിത് പുറത്തേക്കൊന്ന് കറങ്ങാറങ്ങി. അപ്പോൾ അതേ ഞങ്ങളിന്ന് പിക്കാട്ടിലിക്കാടൻ വന്നു. ഇവിടെ വന്നാൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണാം. പിന്നെ നല്ല പാട്ട് ഇതൊക്കെ ആസ്വദിച്ച് നമ്മൾ നടക്കുകയാണ്. ഇന്ന് മെയിനായിട്ട് വന്നത് നമ്മൾ പർച്ചേസ്, പിന്നെ മീൻ വാങ്ങണം എന്ന്. ഇന്നത്തെ മീനിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഇതാണ് നമ്മൾ മീൻ വാങ്ങുന്നത് ആറണ്ടേമാളിലുള്ളൊരു കടയാണ് കേട്ടോ. ഇവിടെ വന്നിങ്ങനെ നമുക്ക് വാങ്ങാൻ പറ്റിയ മീൻ എന്ന് പറയുന്നത് ഇവിടെ അയില കിട്ടാറുണ്ട്. നമ്മുടെ നാട്ടിലത്തെ അയിലും കിട്ടും, ഇവിടുത്തെ വലിയ അയിലും കിട്ടാറുണ്ട്. പിന്നെ അതേ ഇവിടെ ഈ സാൽമണും സംഭവങ്ങളൊക്കെ കിട്ടും. പിന്നെ അത്യാവശ്യം ഫ്രോസനും കിട്ടും. അപ്പോൾ നമുക്ക് നല്ല മീൻ കിട്ടണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ആറണ്ടേമാളിലാണ് ഞങ്ങൾ വരാറ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ കട്ട്ലയും രോഹു അതേപോലെ സീബാസ് അതൊക്കെയാണ് നമുക്ക് കിട്ടുക. ഞങ്ങൾ വാങ്ങാൻ വന്നത് ഈ സാധനമാണ് കേട്ടോ. നല്ല തലയും പിന്നെ നമ്മുടെ സാൽമണിൻ്റെ മുള്ളൊക്കെ ആയിട്ട് വേസ്റ്റ് വരുന്നുണ്ട്. ആ സാധനം വേസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ കളിയാക്കണ്ട. ഞങ്ങളിതേ ഇവിടെ വന്ന് നമ്മുടെ ചാച്ചപ്പന്തേ നല്ല രീതിയിൽ വെട്ടി വെടുപ്പാക്കി മീൻ തലയൊക്കെ കഴുകി എടുത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ ചതമ്പലൊക്കെ കളഞ്ഞ്. ഇത് നമ്മുടെ മീൻ വേസ്റ്റാണ്. വേസ്റ്റ് പിന്നെ ഹെഡും കണ്ട ഇതേപോലെയാണ് വരുന്നത്. നന്നായിട്ട് അതിൻ്റെ ഫ്ലഷും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ തള്ളി കളഞ്ഞിട്ടില്ല. ഇവിടുത്തെ ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ സൂപ്പ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നതാണ് ഈ സാൽമണിൻ്റെ വേസ്റ്റ്. അപ്പോൾ സാംസം അത് നല്ല രീതിയിൽ കഴുകി വെച്ചിട്ടുണ്ട്. നമ്മളിത് ചട്ടി ചൂടാക്കി അതിലിത് എണ്ണ വെച്ചു. ഇന്ന് നമ്മുടെ പൊണ്ടാട്ടിയാണ് ഉണ്ടാക്കണം കേട്ടോ. അപ്പം ഇനി കടുക് വറ, അത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഉലുവ ഇട്ട് പൊട്ടിക്കും. അത് കഴിഞ്ഞ് ഉലുവിട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മളതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുണ്ടായ നമ്മുടെ സവാള, പച്ചമുളക്, പിന്നെ നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് ഉണക്കി കൊണ്ടുവന്ന നല്ല കറിവേപ്പിൻ്റെ ഇല അതും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി അങ്ങോട്ട് എടുക്കുക. നല്ല രീതിയിൽ വഴറ്റിയെടുത്തിട്ട് പിന്നെ നമ്മൾ വാടിക്കെട്ടാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് കുറച്ച് ഉപ്പ്. അപ്പോൾ ഇന്ന് ചിക്കൻ തിരക്കം വിളിച്ചിട്ടുള്ള ഒരു കറിവേപ്പാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ക്യാപ്പ് കിട്ടിയപ്പോൾ ഇയാൾ പാത്രമൊക്കെ അരി വെച്ച കുക്കർ കഴുകി വയ്ക്കാൻ പോയി. അപ്പോൾ ആളാണ് ഇന്ന് ഉണ്ടാക്കണേ. അപ്പോൾ കുറച്ച് മല്ലിപ്പൊടി ഇട്ടപ്പോൾ മല്ലിപ്പൊടി എന്തിനാ പറഞ്ഞാൽ വെച്ചപ്പോൾ ഇത്തിരി കൊഴുപ്പ് കിട്ടാനാന്ന് പറഞ്ഞ ആൾ. നമ്മൾ മുളക് പൊടി മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. എന്നിട്ട് നല്ല എരിവുള്ള മുളക് പൊടി 2 സ്പൂൺ ഇട്ടു. പിന്നെ കാശ്മീരി മുളക് പൊടി നമുക്ക് അതിൻ്റെ കളറ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ കളറ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കാശ്മീരി മുളക് പൊടിയും കൂടിയും ചേർത്തു. അപ്പോൾ നമ്മുടെ പിള്ളേരുകളൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് മീൻ കറി വയ്ക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ തിരുത്തിക്കുന്ന തിരക്കിലാണ് ഉണ്ടാക്കണമെന്ന്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ നല്ല കുടംപുളി നല്ല ചൂടുള്ളത്തിൽ തോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിട്ടു. അപ്പോൾ ആൾ ഹാപ്പിയാണ് കേട്ടോ. എല്ലാവരും വന്നുറങ്ങിയിട്ടുണ്ട്. ഓരോ വർത്തമാനം പറയുമ്പോൾ ആളിരുന്ന് ചിരിക്കുകയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് കുറുക്കിയെടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മളിതിൽ കൂടുതൽ വെള്ളം ഒഴിക്കുന്നുണ്ടെങ്കിൽ ആൾക്കാർ എണ്ണം കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ നാട്ടിൽ വയ്ക്കുന്ന പോലെ നല്ല കുറുതായിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. നല്ല ഇത്തിരി വെള്ളം കൂട്ടിയിട്ട് എടുത്തേ, അല്ലെങ്കിൽ തികയില്ല. ആൾക്കാരുണ്ടായിരുന്നു ഇപ്രാവശ്യം. ഈ വീക്കെൻഡിൽ ഇങ്ങനെ മുടക്കിട്ടുമ്പോഴല്ലേ നമ്മുടെ ആൾക്കാരുകൾ വിളിച്ചു വരുത്തുന്നത് കേട്ടോ കൂടുതലും. അപ്പോൾ അതേ അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് ആശാത്തി ഒത്തിരി ഉപ്പ് കുറവാണെന്നാണ് ആളുടെ നിഗമനം. അപ്പോൾ ഇത്തിരി കൂടി എന്നാൽ ഉപ്പിട്ടിട്ട് അടിപൊളിയാക്കണ്ടല്ലോ കറി. അപ്പോൾ ആൾ ഇത്തിരി കൂടി ഉപ്പൊക്കെ ഇട്ട് അടിപൊളി സെറ്റപ്പാക്കി അങ്ങോട്ട് ഇത്തിരി ഇളക്കി. ഇനി നമ്മളത് മൂടി വയ്ക്കണം. മൂടി വെച്ച് അപ്പം പെട്ടെന്ന് തള വരുമല്ലോ. അപ്പോൾ നമ്മളത് മൂടി വെച്ച് 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നല്ല തള വന്നു. എന്നാണെങ്കിൽ നമ്മൾ ചൂടുള്ളതാണ് അതിലൊഴിച്ചത്. അപ്പോൾ നല്ല തള വന്നു. ഇനി നമുക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് പറിക്കിടാം. ഇത് കണ്ട നല്ല വെട്ടുപ്പിനെ അവൻ കഴുകി വെട്ടി സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഓരോന്നായിട്ട് നമ്മൾ ഇടുകയാണ് കേട്ടോ. ആദ്യം ഹെഡ് ഇട്ടു. അതിന് ശേഷം നമ്മൾ മറ്റേ കഷ്ണങ്ങളൊക്കെ ഇട്ട് നല്ല ഇതാട്ടോ. നല്ല രീതിയിൽ വെടുപ്പാക്കിയ ആൾ നല്ല ഫ്ലഷൊക്കെ കണ്ട എന്ത് രസമാണ് അതിൻ്റെ. അത് കഴിക്കാനും അടിപൊളിയായിരുന്നു ഞങ്ങൾ കഴിച്ചപ്പോൾ. അപ്പം അതിൻ്റെ ഇത് പറയാം. അതെ ഇതൊക്കെ ഇട്ട് നന്നായിട്ട് ഇപ്പം നമുക്ക് കയ്യിലുകൊണ്ട് തൊടാം. കയ്യിലുകൊണ്ട് നന്നായിട്ട് ഇളക്കാം. അങ്ങനെ പച്ചയാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ കയ്യിൽ നമ്മൾ വിളമ്പാൻ മാത്രം എടുക്കാൻ പാടുള്ളൂ കേട്ടോ. അത് വെറുതെ നമ്മൾ ചുറ്റിക്കുള്ളൂ. ഇനി നമ്മളത് മൂടി വെച്ച് വീണ്ടും നമ്മൾ തിളപ്പിക്കാൻ വെക്കണം ഈ സാധനം. അപ്പോൾ അതേ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കണ്ട. ഇനി നമ്മൾ ഇളക്കിയെടുക്കുള്ളൂ. അല്ലാണ്ട് കയ്യിൽ യൂസ് ചെയ്യില്ല. ഒന്ന് ചുറ്റിച്ചെടുക്കണം. നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല പറയാം, ചുറ്റിച്ചെടുക്കാൻ. അപ്പോൾ ചുറ്റിച്ചെടുത്ത് നമ്മുടെ മീൻ കറി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഇത്തിരി കുത്തരി ചോറും നമ്മുടെ മീൻ കറി അങ്ങോട്ട് ഒഴിച്ചിട്ട്
അങ്ങോട്ട് കഴിച്ച് നോക്കാൻ തോന്നുന്നു. അപ്പോൾ ഒരു ചെറിയ കഷ്ണം മീൻ കൂടി വെക്കണ്ടേ. അപ്പോൾ നമ്മൾ ഇതേ തലേന്ന് ഒരു കഷ്ണം മീൻ അങ്ങോട്ട് എടുത്തിട്ട് ഇത് കഴിച്ച് നോക്കി. എൻ്റെ മോനെ, സംഭവം സെറ്റായിരുന്നു കേട്ടോ. അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വെറുതെ വീഡിയോയ്ക്ക് വേണ്ടി പറഞ്ഞതല്ല, അടിപൊളി. അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.